വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന് പറയുന്ന പേപ്പറിൽ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി 2 ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചെന്നുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, അത് നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം. ആകെ നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് സിമ്പിളാണ്, തിയറി ചാപ്റ്റേഴ്സാണ്. പക്ഷേ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് കോൺസെപ്റ്റ് മനസ്സിലാക്കി വായിക്കുക, അപ്പോഴാണ് ഇത് കുറച്ച് എഫക്റ്റീവ് ആവുക. വെറുതെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറേ നമുക്ക് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഫാക്ടേഴ്സ് ഓഫ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരുന്നു. ഇനി അടുത്തതായിട്ട് പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ എന്താണെന്നുള്ളതാണ്. പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ. ഓക്കെ, ഒരു സംഗതി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനൊരു പ്രൊഫഷണലിസം വേണമല്ലോ. അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മളൊന്ന് അവതരിപ്പിക്കുമ്പോൾ. സോ ക്രിയേറ്റീവ് എഫക്റ്റീവ് പ്രസൻറ്റേഷൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഫോർ പ്രൊഫഷണൽസ്. ദർ ആർ 3 primary skills in giving presentation: verbal communication skills, non-verbal communication skills and content and organization. അതായത് 3 തരമാണ് പ്രസൻറ്റേഷൻ്റെ ഭാഗം. ഒന്ന് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്, നമ്മുടെ ഭാഷാശുദ്ധി അല്ലേ, വളരെ സ്ഫുടമായിട്ടും വളരെ ചടുലമായിട്ടും സംസാരിക്കാൻ പറ്റുക ഏത് ഭാഷയാണെങ്കിലും. നമുക്ക് പറയാത്ത ഭാഷകൾ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമുക്ക് അറിയാം, പക്ഷേ നമ്മൾ ഫ്ലുവൻ്റ് അല്ല മീൻസ് നമ്മൾ നിരന്തരം അത് ഉപയോഗിക്കുന്നില്ല. സ്പീക്കിംഗ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ നിരന്തരം അത് ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അല്ലാന്ന് പക്ഷേ നമ്മൾ പഠിച്ച സംഗതിയാണ്, നമുക്ക് അറിയാം, ഓരോ വാക്കുകൾ അറിയാം, അതിൻ്റെ ഭാഷയുടെ സ്ട്രക്ചർ അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു ഭാഷയാണത്. പക്ഷെ എന്നാലും നമ്മൾ വെർബൽ ലാംഗ്വേജ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ മദർ ടങ് ആയിരിക്കും അറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനാണ് സ്ഥിരമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെ, നമ്മുടെ ആംഗ്യങ്ങൾ, ചേഷ്ടകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുഖഭാവങ്ങൾ. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു ബോഡീൻ്റെ കൊടുക്കുന്ന നോൺ വെർബലായിട്ടുള്ള നമ്മുടെ ആംഗ്യങ്ങളും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ വർദ്ധിപ്പിക്കും. അതുമാതിരി അത് കേൾക്കുന്ന ആൾക്കും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളുടെ വാക്കുകൾ കേൾക്കുന്ന ആൾക്കും താല്പര്യം ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ആ ബോഡി ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കണ്ടന്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം റിച്ച് ഇൻ കണ്ടന്റ് ആയിരിക്കണം അല്ലേ. അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞിരിക്കണം, അതിൻ്റെ റെലവൻസ് അറിയണം. അപ്പോൾ കണ്ടന്റ് കൃത്യമായിരിക്കണം. വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടന്റ് റിച്ച് ആയിരിക്കണം. പിന്നെ അത് കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കണം. പറയുന്ന രീതി ഒന്ന് ആമുഖം തുടങ്ങി അവസാനിക്കുന്നവരെ ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കണം നമ്മുടെ നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പ്രൊഫഷണൽ പ്രസൻറ്റേഷനിൽ ഫസ്റ്റ് വരുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നേരത്തെ പറഞ്ഞു ദ സ്കിൽ ദാറ്റ് ഹെൽപ്പ് ദ ഓഡിയൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റേഷൻ. വോയിസ്, ടോണ്, പിച്ച്, വോളിയം, ഇതൊക്കെ അതിന് തീരെ വോളിയം കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാലൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതിൻ്റെ പിച്ച് എന്ന് വെച്ചാൽ ആ സ്വരം കൃത്യമായിരിക്കണം. അതുമാതിരി വോയിസ് ടോണ് അല്ലേ, വളരെ ഷൗട്ട് ചെയ്യാതെ തന്നെ സൗണ്ട് ഉണ്ടെങ്കിൽ കൂടി നല്ല ഒരു സമാധാനത്തോട് കൂടിയിട്ട് പറയാനായിട്ട് സാധിക്കണം. പിന്നെ കണ്ടന്റ് ആണ്. ദ എബിലിറ്റി ടു ഡെലിവർ ദ കണ്ടന്റ് ഈസ് ലോജിക്കലി ഓർഗനൈസ്ഡ് ആൻഡ് ഫ്ലോസ് ലോജിക്കലി ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. കണ്ടന്റ് കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കണം. പിന്നെ നോൺ വെർബലാണ് നമ്മുടെ വിഷ്വൽ ക്യൂസ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നല്ല ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന നേരത്തെ ആ പ്രസംഗം ചെയ്യുന്ന ആളുടെ ഒരു ഈ പറയുന്ന ബോഡി ലാംഗ്വേജ്, നോൺ വെർബൽ സ്കിൽസ്, കൈയിൻ്റെ ആംഗ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ നമ്മളൊരു പ്രസംഗം കേൾക്കണ നേരത്തെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഓർഗനൈസേഷൻ ഓഫ് പ്രസൻറ്റേഷൻ. നമ്മളൊരു പ്രസൻറ്റേഷൻ നമ്മളെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ് തന്നെ നിങ്ങളുടെ നോട്ടുകൾ വെറുതെ അതിനൊരു ഓർഗനൈസിങ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സംഗതികളല്ല നിങ്ങൾ ഈ ഒരു നോട്ടിൽ കാണുന്നത്. ഇത് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നോട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നൊരു ഇൻട്രൊഡക്ഷൻ വേണം, എല്ലാത്തിനും ഒരു ആമുഖം വേണം. അപ്പോൾ നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുറച്ച് പാരഗ്രാഫ് ഒന്ന് ആമുഖമായിട്ട് എഴുതി വെക്കുക. പിന്നെ അടുത്ത പാരഗ്രാഫ് അതിൻ്റെ ബോഡി സ്ട്രക്ചർ, ബോഡി മീൻസ് അതിൻ്റെ മെയിൻ കണ്ടന്റ് കയ്യിൽ വരും. പിന്നെ ഒരു സമ്മറി വേണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അതൊന്ന് എഴുതി വെക്കുക. പിന്നെ വിഷ്വൽ എയ്ഡ്സ്. Visual aids are very effective communication tools that and are essential in every presentation. Experience and research have shown that 87.9% of what we learn is learned visually.
അപ്പോൾ നമ്മളെല്ലാം വിഷ്വലി കണ്ടല്ലേ, നമ്മളിപ്പോൾ ഒരു സംഗതി ഒരു സിനിമ കാണുന്ന നേരത്ത്, ഇപ്പോൾ പഴശ്ശിരാജ സിനിമ നമ്മൾ കാണുന്ന നേരത്ത് വിഷ്വലി നമ്മൾ കാണുകയാണ് ആ ഒരു ചരിത്രം നടന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമ്മൾ കുറേ വർഷം കഴിഞ്ഞാൽ പോലും ആ കഥ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അങ്ങനെയല്ലേ നമ്മളത് ഇപ്പോൾ പഴശ്ശിരാജ സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളത് പാഠപുസ്തകത്തിൽ നിന്ന് വെറുതെ നമ്മൾ പാരഗ്രാഫായിട്ട് വായിക്കുന്ന മാതിരിയല്ല. ഇപ്പോൾ എല്ലാ സിനിമകളും ഈ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സിനിമകളൊക്കെ അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, അത് റിലേറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഇതാണ് വിഷ്വൽ എയ്ഡ്സ്. ഇതും ഒരു പ്രസൻറ്റേഷൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വീഡിയോസും അതുപോലെ ഈ പറയുന്ന ഇമേജസ് ഒക്കെ അതിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് പ്രസൻറ്റേഷൻ ടെക്നീക്സ് ആണ്. പ്രസൻറ്റേഷന് പല ടെക്നീക്സ് യൂസ് ചെയ്യാറുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇൻ എ പ്രസൻറ്റേഷൻ ദ സ്പീക്കർ ഹാസ് ദ പേർപ്പസ് ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് മെസ്സേജ് ടു ദ ഓഡിയൻസ്. അപ്പോൾ ഇവിടെ ഒരു പ്രസൻറ്റേഷനിൽ ഒരു സ്പീക്കറിൻ്റെ പേർപ്പസ് ലക്ഷ്യം ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് മെസ്സേജ് ടു ദ ഓഡിയൻസ്. അതായത് അയാളുടെ മെസ്സേജ് ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്പീക്കറിൻ്റെ കർത്തവ്യം നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ ഹി ഹാസ് ടു ഗ്യാദർ ഇൻഫർമേഷൻസ് സമാഹരിക്കണം. റൈറ്റ് ഡൗൺ മെയിൻ ഐഡിയാസ്, പ്രധാനപ്പെട്ട ഐഡിയാസ് ഒക്കെ എഴുതി വെക്കണം. ഡെവലപ്പ് ഇൻട്രഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ, ഒരു ഇൻട്രഡക്ഷനും കൺക്ലൂഷനൊക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഒരു സ്പീക്കർ ചെയ്യേണ്ട കാര്യങ്ങൾ, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ പറ്റി എല്ലാ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ നോക്കിയിട്ട് അതിൻ്റെ മെയിൻ ഐഡിയാസ് ഒക്കെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ഇൻട്രഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ, അതിനൊരു ഇൻട്രഡക്ഷനും ഒരു കൺക്ലൂഷനൊക്കെ ഡെവലപ്പ് ചെയ്യുക. പിന്നീട് അടുത്ത സ്റ്റെപ്പ് പ്രാക്ടീസ് ദ സ്പീച്ച്. നമ്മൾ തന്നെ സ്വയം തന്നെ അല്ലെങ്കിൽ ആൾ മുമ്പെന്നോ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ ആ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡെലിവറി സ്റ്റൈൽ, മിയർലി റീഡിങ് ഓഫ് മെറ്റീരിയൽ വിത്ത് ദ കമ്മ്യൂണിക്കേറ്റർ ഇസ് നോട്ട് കറക്റ്റ് മെത്തേഡ് ഫോർ പ്രോപ്പർ ഡെലിവറി ഓഫ് കണ്ടന്റ്. വെറുതെ നമ്മൾ വായിച്ചിട്ട് കാര്യമില്ല, ഒരു ഡെലിവറി സ്റ്റൈൽ അല്ല, അതിനൊരു താളം വേണം. സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ പബ്ലിക് സ്പീക്കിംഗ്, പ്രസംഗിക്കുന്ന നേരത്തെ നമുക്കൊരു താളം കണ്ടെത്തിയാൽ വളരെ ഗുണമാണ്. നമുക്കും സുഖമാണ്, ആ കേൾക്കുന്ന ആൾക്കാർക്കും ആ കണ്ടന്റിലേക്ക് അവരെ മുഴുകാൻ അല്ലെ ഒന്ന് കൊണ്ടുവരാനായിട്ട് നമുക്കത് സാധിക്കും. യൂസ് ഓഫ് ദ പോഡിയം. എ പോഡിയം ഈസ് പ്രൊവൈഡഡ് ഫോർ ദ യൂസ് ഓഫ് എ പ്രസൻറ്റർ. സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ പോഡിയം ഇസ് മോർ ഫോർമൽ. മൂവിങ് എവേ എസ്റ്റാബ്ലിഷസ് എ ഫ്രണ്ട്ലിയർ ക്ലോസർ റിലേഷൻഷിപ്പ് വിത്ത് ദ ഓഡിയൻസ്. അപ്പോൾ പോഡിയം കൃത്യമായിട്ട് യൂസ് ചെയ്യാം. പോഡിയം നിങ്ങൾ കണ്ടിട്ടില്ലേ? പോഡിയം നമ്മൾ ഓക്കെ, ഇപ്പോൾ എന്താണ് പോഡിയം എന്ന് വെച്ചാൽ, ഒരാൾ സംസാരിക്കുന്ന നേരത്ത് നിങ്ങൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതിനെയാണ് പോഡിയം എന്ന് പറഞ്ഞത്. ഓക്കെ എന്ന് വെച്ചാൽ ഇനി അടുത്തത് ലെങ്ത് ഓഫ് ഡെലിവറി ആണ്. നമ്മുടെ സ്പീച്ച് എത്ര ദൈർഘ്യം അതിന് വരുന്നുള്ളതാണ്, എത്ര സമയം നമ്മൾ സ്പീച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളതാണ്. The length of presentation might have been decided in advance, and hence it is good to limit the presentation within the time allowed. Allow 15 to 30 minutes for question and or discussion. Please do not exceed allotted session time under any circumstances. അപ്പോൾ നമുക്കൊരു സമയം, ഒരു മണിക്കൂറാണ് നമുക്കൊരു പ്രസൻറ്റേഷനുള്ള സമയം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് കൂടാതിരിക്കാൻ ശ്രമിക്കുക. അത് തന്നെ അതിനുള്ളിൽ തന്നെ നമ്മളൊരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഇനി നല്ല സമയം ഉണ്ടെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ സെഷൻ ആണെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനോ അല്ലെങ്കിൽ ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു സെഷനോ വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഐ കോണ്ടാക്റ്റ് ആണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊന്നും വരാത്തൊരു സംഗതി അതാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെയൊക്കെ നമ്മുടെ ഒരു ഡ്രോബാക്ക് നമുക്ക് പറയാൻ തോന്നുന്നൊരു കേസ്, നമുക്ക് ഐ കോണ്ടാക്റ്റ് വിദ്യാർത്ഥികളായിട്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഐ കോണ്ടാക്റ്റ് വരുമ്പം കഴിവുള്ള അധ്യാപകരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കുട്ടീൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ ഏതൊക്കെ ഭാഗങ്ങൾ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അത് മാത്രമാണ് മെയിനായിട്ട് വരുന്നത്. ഐ കോണ്ടാക്റ്റ് കുട്ടികളായിട്ട് വരുന്നില്ല എന്നത് മാത്രമാണ്. പല അധ്യാപകരും പണ്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ പറയുന്നൊരു കേസാണ് കുട്ടികളായിട്ട് ഐ കോണ്ടാക്റ്റ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന ആൾക്കാർ, നമ്മുടെ ഓഡിയൻസിൻ്റെ അവരുമായിട്ട് നമ്മൾ വേണം ഒരു ഐ കോണ്ടാക്ട്, അത് അവരെ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട്. Good eye contact is essential to get the audience attention. The speaker has to look at all segments of the audience by looking directly at individuals without lingering too long on any one person. ഒരു വ്യക്തിയെ മാത്രം കൂടുതൽ നോക്കാതെ എല്ലാവരുമായിട്ട് ചെയ്യാവുന്ന ഐ കോണ്ടാക്ട് വെച്ചിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ദെൻ അടുത്ത പോയിന്റ് വോയിസ് ആണ്. എ ഗുഡ് സ്പീക്കിംഗ് വോയിസ് ഈസ് നാച്ചുറൽ ആൻഡ് റിഫ്ലെക്ട്സ് ദ സ്പീക്കേഴ്സ് പേഴ്സണാലിറ്റി ആൻഡ് സിൻസിയറിറ്റി. As vitality portrays various shades of meanings, it is easily heard and varies in speed and volume, intensity and pitch. അപ്പോൾ നല്ലൊരു വോയിസ് ഉള്ളത് അത്യാവശ്യമാണ്. 10ാമത്തെ പോയിന്റ്, സ്പീക്ക് കാംലി. വളരെ സൗമ്യമായിട്ടും വളരെ ശാന്തമായിട്ടും സംസാരിക്കുക എന്നുള്ളതാണ്.
ഇഫ് യൂസിങ് പ്രസൻറ്റേഷൻ സ്ലൈഡ് ട്രൈ നോട്ട് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദം ഓർ ബ്ലോക്ക് ദ ഓഡിയൻസ് വ്യൂ. പ്രസൻറ്റേഷൻ സ്ലൈഡ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെ മുൻപിലായിട്ട് നിൽക്കാതിരിക്കുക, ഒന്ന് മാറി നിൽക്കുക. അതേപോലെ വളരെ ശാന്തമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനും കൂടി അതിന് കൂട്ടത്തിൽ വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത്, നമ്മുടെ പ്രസൻറ്റേഷൻ ടെക്നീക്സിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. അപ്പോൾ വേറെ ഒരുപാട് തരം പോസ്റ്റേഴ്സ് മീൻസ് നമ്മളെന്താണ്, നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റൈലാണ്, നിൽക്കുന്ന രീതി ഉണ്ടല്ലോ. വളരെ ഒടിഞ്ഞു കുത്തി നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്, നേരെ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്, വളരെ റിലാക്സ് ആയിട്ട് കയ്യും കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കൈ എടുത്ത് നിൽക്കുക, പോക്കറ്റിൽ കൈയിട്ട് നിൽക്കുക, അതൊക്കെ പല പോസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ പല ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പോസ്റ്റർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എനി പ്രസൻറ്റേഷൻ. അപ്പോൾ എല്ലാ പ്രസൻറ്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ പോസ്റ്റർ. എന്ന് വെച്ചാൽ നമ്മളെന്താണ്, നമ്മൾ ആ ഒരു നൃത്തത്തിൻ്റെ സ്റ്റൈല്. നൃത്തം മീൻസ് ഡാൻസ് അല്ല, നിൽക്കുന്നതിൻ്റെ സ്റ്റൈല്. ഓക്കെ, സ്പീക്കർ ഇസ് ദ ലീഡർ ത്രൂ ഔട്ട് ദ പ്രസൻറ്റേഷൻ. അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അയാളാണ് ലീഡർ. അല്ലെങ്കിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അധ്യാപകനാണ് ആ ക്ലാസ്സിൻ്റെ ലീഡർ. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ആളെ പ്രസൻറ്റ് ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ ഒരു സംഗതി പറയാനായിട്ട് വിളിക്കുമ്പോൾ അപ്പോൾ മുതൽ ആ വേദിയുടെ ലീഡർ എന്ന് വെച്ചാൽ ആ വ്യക്തിയാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ സ്റ്റാൻഡിങ് പോസ്റ്ററാണ്. ഹൗ പീപ്പിൾ സ്റ്റാൻഡ് ഇസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ഓഫ് ദെയർ മൈൻഡ് സെറ്റ്. വെൻ സ്പീക്കർ സ്റ്റാൻഡ് ഇൻ എ സ്ട്രോങ് ആൻഡ് സ്റ്റഡി പൊസിഷൻ ആൻഡ് വിത്ത് ഹിസ് ഫീറ്റ് അബൌട്ട് എ ഷോൾഡർ വിത്ത് എ പാർട്ട്. അപ്പോൾ കൃത്യമായിട്ട് കാലുകളൊന്ന് സ്ട്രോങ് ആയിട്ട് ഒന്ന് വിടർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വെക്കാതെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്ററാണിത്. ഇറ്റ് സിഗ്നൽസ് ദാറ്റ് ഹി ഫീൽസ് ഇൻ കൺട്രോൾ. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ബട്ട് നോട്ട് റിജിഡ്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, പക്ഷേ മസിൽ പിടിച്ച് അല്ലെങ്കിൽ എയർ പിടിച്ച് നിൽക്കരുത്. വിത്ത് ഹിസ് ഫീറ്റ് അബൌട്ട് 6 to 12 inches അപ്പാർട്ട് ആൻഡ് വൺ സ്ലൈറ്റ്ലി അഹെഡ് ഓഫ് അതർ. അപ്പോൾ കാലം ഒന്ന് മുന്നിലായിട്ട് ഒന്ന് ബാക്കിലായിട്ട് നിൽക്കുക, കുറച്ച് വിട്ടിട്ട് വെക്കുക. ബാലൻസ് ദ വെയിറ്റ് ഈവൻലി ഓൺ ദ ബോൾസ് ഓഫ് ദ ഫീറ്റ്. കൃത്യമായിട്ട് ബാലൻസിൽ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കൈയിൻ്റെ ജെസ്റ്റർ എങ്ങനെയായിരിക്കണം? വെൻ സ്പീക്കർ ഇസ് നോട്ട് ആക്റ്റീവ്ലി എൻഗേജിങ് ഇൻ ജെസ്റ്ററിങ് ഹി ക്യാൻ റെസ്റ്റ് ഹിസ് ഹാൻഡ്സ് ഇൻ വൺ ഓഫ് ദ ടു പ്ലേസസ്. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ടു റെസ്റ്റ് ഹാൻഡ്സ് at his side with your fingers slightly curled. കാരണം കൂട്ടി വെക്കുക, അല്ലെങ്കിൽ ഉരയിൽ കൈ എടുത്ത് അല്ലെങ്കിൽ കൈ കെട്ടിയിട്ടോ പോക്കറ്റിൽ കൈയിട്ടൊക്കെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ ഇത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു ഓപ്ഷൻ വൺ ഓപ്ഷൻ ഇസ് എന്ന് വെച്ച് കൊടുത്താൽ മതി. അതൊന്നും ഫുള്ളായിട്ട് നോക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ. നമ്മളൊരു ബാസ്കറ്റ് ബോൾ പിടിക്കുന്ന മാതിരി, വലിയൊരു ഫുട്ബോളോ ബാസ്കറ്റ് ബോളോ പിടിക്കുന്ന മാതിരി നിൽക്കുക. ഒരു ഇമാജിനറി ബാസ്കറ്റ് ബോൾ നമ്മൾ പിടിക്കുന്ന മാതിരി അങ്ങനെ നിന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. കൈ രണ്ടും മുന്നോട്ട് ഇങ്ങനെ എന്തോ സാധനം പിടിക്കുന്ന മാതിരി നിന്നിട്ട് ഇങ്ങനെ പറയുന്നത്. പിന്നെ പാംസ് എപ്പോഴും എന്ത് ചെയ്യുക, മുന്നോട്ട് കാണിക്കുന്ന രീതിയിൽ വെക്കുക. നമ്മുടെ ഉള്ളം കൈ ആൾക്കാർക്ക് കാണിക്കുന്ന രീതി, അത് ഹോണസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേസാണ്. നമ്മൾ പറയുന്നത് സത്യസന്ധമായിട്ട് പറയാനുള്ള കേസ് ആൾക്കാർക്ക് മനസ്സിലാവാനാണ്. പാംസ് ഡൗൺ ദ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ക്യാൻ വ്യൂഡ് പോസിറ്റീവ്ലി ടു ആസ് എ സൈൻ ഓഫ് സ്ട്രെങ്ത്. താഴത്തേക്ക് പാംസ് വെക്കുകയാണെങ്കിൽ അത് സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന ഒരു കേസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പോസിൽ ഓരോ വരുന്നത്, ഓരോ പോസ്റ്റിനും ഓരോ മീനിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സാണ്. പോസ്റ്റേഴ്സ് മീൻസ് നമ്മുടെ ആ ഒരു നിൽക്കുന്നതിൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ അതൊക്കെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നമ്മുടെ പ്രൊഫഷണലിസത്തിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ലാംഗ്വേജ് നന്നാക്കുക, പിന്നെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അതിന് നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നല്ല ബോഡി ലാംഗ്വേജിൽ, നല്ല ടോണിൽ അല്ലെങ്കിൽ നല്ല ലാംഗ്വേജിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. സോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ മീൻസ് സെൻഡിങ് ഓഫ് മെസ്സേജസ്, ഓർഡേഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് ഇൻ റൈറ്റിംഗ് ത്രൂ ലെറ്റേഴ്സ്, സർക്കുലേഴ്സ്, മാനുവൽസ്, റിപ്പോർട്ട്സ്, ഓഫീസ് മെമ്മോസ്, ബുള്ളറ്റിൻസ് എക്സെട്ര. അപ്പോൾ അതായത് നമ്മുടെ എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ റിട്ടേൺ ആയിട്ട് അയക്കുന്നതാണ് ഈ റിട്ടേൺ കമ്മ്യൂണിക്കേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നുണ്ട്? അതിൽ ഇമെയിൽ വരുന്നുണ്ട്, ഇൻ്റർനെറ്റ് വെബ്സൈറ്റ് വരുന്നുണ്ട്, ലെറ്റേഴ്സ് വരുന്നുണ്ട്, പ്രപ്പോസൽസ് ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്, ഫാക്സ് ഉണ്ട്, പോസ്റ്റ് കാർഡ് ഉണ്ട്, കോൺട്രാക്റ്റുകളുണ്ട്. ഇതൊക്കെ റിട്ടേൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണല്ലോ, എഴുതിയിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. അത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ദർ ആർ ലെറ്റേഴ്സ്, അല്ലേ, കത്തുകൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. മെമ്മോ കൊടുക്കുക, ഷോർട്ട് ഫോം ഓഫ് മെമ്മോറാൻഡം, ഒരു സംഗതി, ഒരു പരാതി മാറി കൊടുക്കുന്നതാണല്ലോ മെമ്മോ എന്ന് വെച്ചാൽ. ഇറ്റ് ഈസ് യൂഷ്വലി ആൻ ഇൻഫോർമൽ മെസ്സേജ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആൻഡ് ജനറലി റിലേറ്റ്സ് ടു ഡെയിലി വർക്ക്. അപ്പോൾ നമ്മൾ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ ഉള്ളതാണ് ഈ മെമ്മോ അല്ലെങ്കിൽ മെമ്മോറാൻഡം. പിന്നെ നോട്ടീസ് കൊടുക്കുക, അത് ഒരുപാട് പേർക്ക് നമ്മളൊരു കാര്യം അറിയിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് നോട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ വരുന്നത് സർക്കുലേഴ്സാണ്.
അപ്പോൾ സർക്കുലേഴ്സ് നോട്ടീസ് പോലെ തന്നെയാണ്. സർക്കുലർ ആ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ഗിവിങ്. അപ്പോൾ സർക്കുലർ അത് സർക്കാരുകൾ ഇറക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളെന്താണ് പുതിയൊരു നിയമം കൊണ്ടുവന്നാൽ അതിനൊരു സർക്കുലർ ഇറക്കും സർക്കാർ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഈവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ എക്സാം അതിനൊരു സർക്കുലർ ആദ്യം ഇറക്കും. കാര്യം ആ എക്സാമിന് പാലിക്കേണ്ട കാര്യങ്ങൾ, എക്സാമിനെ പറ്റിയ എല്ലാ ഡീറ്റെയിൽസും 2024 തേർഡ് സെം UG എക്സാമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഉണ്ടാവും. അതിൻ്റെ വാല്യുവേഷൻ ഇതിനോട് നടക്കും, റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഫുൾ ആ സർക്കുലർ ഉണ്ടാവും ഒരു യൂണിവേഴ്സിറ്റിൻ്റെ സർക്കുലർ ഇറക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ്. നോട്ടീസ് തന്നെയാണ്, ഒരുപാട് പേർക്ക് വായിക്കാനാണ്, പക്ഷെ എന്നാണത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ്. പിന്നെ അടുത്തത് എന്താണ്? റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ഈസ് എ ഡോക്യുമെൻറ്റ് prepared by an individual or a committee entrusted with the task of collecting information on a given subject. അപ്പോൾ റിപ്പോർട്ട് എന്നാണ് ഒരു ഡോക്യുമെൻ്റ് ആണ്. പ്രിപ്പയർഡ് ബൈ ഒരു ഇൻഡിവിജ്വൽ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓർ എ കമ്മിറ്റി എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ എ ഗിവൺ ഒരു സബ്ജക്റ്റിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് അല്ലേ. നമ്മൾ റിപ്പോർട്ട് ചെയ്താന്ന് പറഞ്ഞല്ലേ, ഒരു സംഗതി നടന്നു അതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്താണ്? മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ നടക്കുന്ന എല്ലാ തീരുമാനങ്ങളും റെക്കോർഡ് ഡിസിഷൻസ് ടേക്കൺ ഇൻ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിലുള്ള എല്ലാ തീരുമാനങ്ങളും എഴുതി വെക്കുന്നതിൻ്റെ പേരാണ് മിനിറ്റ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ അതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ഇനി അതെല്ലാം തന്നെ ജൂഡിത്ത് 1993 ഹാസ് ഐഡൻറ്റിഫൈഡ് 4 കോമൺ എറേഴ്സ് വിച്ച് യു മസ്റ്റ് അവോയ്ഡ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് കോമ്പിറ്റൻസി. അപ്പോൾ ജൂഡിത്ത് പറഞ്ഞൊരു വ്യക്തി 1993 അത്ര കാലമൊന്നും ആയിട്ടില്ല, ആ കാലഘട്ടത്തിൽ ഒരു 30 വർഷം ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സർട്ടൻ കോമൺ എറേഴ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതുന്ന നേരത്തെ തന്നെ കോമൺ എറേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നെന്താണ്? കൺഫ്യൂസിങ് ലാംഗ്വേജ് ആവാൻ പാടില്ല. കൺഫ്യൂസിങ് ലാംഗ്വേജ് മീൻസ് കൺഫ്യൂസിങ് വേർഡ്സ് ദാറ്റ് ക്യാൻ മിസ്ലീഡ് ദ റീഡർ. അല്ല, ചില കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കൃത്യമായിട്ട് എഴുതുക, കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ എഴുതുക. അല്ല, ചിലപ്പോൾ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാൽ ചിലപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് മാറും. അപ്പോൾ ചിലതിൽ കൺഫ്യൂഷൻ വരും. ചില വേർഡ്സ് അങ്ങനെ വരാറുണ്ട്, ഇംഗ്ലീഷിലും വരാറുണ്ട്, മലയാളത്തിലും വരാറുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ദിവസം മുന്നേ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ എഴുതണം നമ്മൾ. അല്ലെങ്കിൽ 30-ാം തീയതി ഒരു ഡേറ്റ് പറയാം നമ്മൾ സംഗതി ചെയ്യണം എന്നുള്ളതിന്. 30-ാം തീയതിക്ക് മുൻപ് അല്ലെങ്കിൽ 30-ാം തീയതിയോ അതിന് മുൻപോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് 30-ാം തീയതിക്ക് മുന്നേ വേണോ അല്ലെങ്കിൽ 30-ാം തീയതി തന്നെ വേണോ, എത്ര സമയത്താണ്, അല്ല അപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ, അതായത് 30-ാം തീയതി ഈ 3 മണിക്ക് ഉള്ളിലായിട്ട് 3 മണിക്ക് ശേഷം ഇത് സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. അപ്പോൾ കൺഫ്യൂസിങ് ലാംഗ്വേജ് പാടില്ല. പിന്നെ വെർബോസിറ്റിയാണ്. വെർബോസിറ്റി മീൻസ് യൂസ് ഓഫ് ടു മെനി വേർഡ്സ്. ദ ഓവർ യൂസ് ഓഫ് വേർഡ്സ് ഇൻ്റർഫിയേഴ്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മുടെ എക്സാമിന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് വേർഡ്സ് ഇങ്ങനെ യൂസ് ചെയ്യരുത്. അപ്പോൾ വായിക്കുന്നതൊക്കെ മനസ്സിലാവില്ല. കൃത്യമായ ലാംഗ്വേജിൽ എന്താണ് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധികം വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ പുവർ സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പോൾ സെൻറ്റൻസുകൾ കൃത്യമായി സ്ട്രക്ചർ ചെയ്യുക. പാരഗ്രാഫ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, അതിന് ആദ്യം ഇൻട്രൊഡക്ഷൻ വേണം, അതിൻ്റെ ബോഡി, അതിൻ്റെ കൺക്ലൂഷൻ അങ്ങനെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിനെ സ്ട്രക്ചർ. നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഇൻഫർമേഷൻ ഓവർലോഡ്. ഇൻഫർമേഷൻ ഓവർലോഡ് മീൻസ് ഗിവിംഗ് ടു മച്ച് ഇൻഫർമേഷൻ, ഹെൻസ് ദ റീഡർ ബിക്കംസ് ഓവർവെൽംഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് എന്ത്? ഇൻഫർമേഷൻ ഓവർലോഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ വരുമ്പോൾ എന്താണ്? ഓവർവെൽംഡ് ആവും, നമുക്ക് ആകെ ഒരു പന്താളിപ്പ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മൾ റിട്ടൺ ലാംഗ്വേജിൽ കൊടുത്താൽ മതി. ഒരുപാട് കാര്യം പറയുമ്പോൾ തന്നെ ആൾക്കാർ കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജൂഡിത്ത് പറഞ്ഞത്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്ത്? നമ്മൾ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതൊരു പെർമനൻറ്റ് റെക്കോർഡാണ്. അല്ലെ, ഇപ്പോൾ ഒരു 200 കൊല്ലം മുൻപുള്ള റിട്ടൺ റെക്കോർഡ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതെന്താണ് അവിടെ കിടക്കുന്നുണ്ട്. ഒരാൾക്കല്ലേ ഗാന്ധിജി മറ്റൊരാൾക്ക് അയച്ച ലെറ്റർ എന്നൊക്കെ പറഞ്ഞെന്താണ് ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്താണ് ഒരാൾക്ക് ആക്സസിബിൾ ആണ്. അത് റിട്ടൺ മാത്രം. അപ്പോൾ അന്നിപ്പോൾ ഒരാൾ പറഞ്ഞു, അന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരാളോട് പറഞ്ഞ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യം നമുക്ക് പറയില്ലല്ലോ. പറഞ്ഞ കേസ് നമ്മൾ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ എന്താണ് അതിൻ്റെ വെർഷൻ മാറും, അല്ലെ അതിൻ്റെ ലാംഗ്വേജ് മാറും, ഓരോ രീതിക്കല്ലേ വരിക. അപ്പോൾ നമ്മൾ തന്നെ ഒരു കഥ നമ്മൾ അറിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ കേട്ടൊരു സംഗതി വേറൊരാളിലേക്ക് എത്തിക്കുന്ന നേരത്തെ നമ്മുടേതായ വെർഷനിൽ അത് പറയാം. അപ്പോൾ ഒരിക്കലും വെർബൽ ലാംഗ്വേജ് അതേമാതിരി ഒരു പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, മറ്റാക്കാൻ ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റില്ല പറഞ്ഞാക്കാൻ തന്നെ. പക്ഷേ സംഗതി ഒരാൾക്ക് എഴുതി കൊടുത്താൽ ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്, അവിടെ കിടക്കും. പിന്നെ അതൊരു അതോറിറ്റേറ്റീവ് ഡോക്യുമെൻ്റ് ആണ്. അല്ലെ, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഡീലിങ്ങിനോ ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്ത് വേണം? റിട്ടേൺ ആയിട്ട് ചെയ്തെങ്കിലേ കോൺട്രാക്റ്റ് ആകുമല്ലോ. അത് ഓറലായും കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് അതോറിറ്റേറ്റീവ് പവർ വരണമെങ്കിൽ കോടതിയിലൊക്കെ കൃത്യമായിട്ട് അത് വാദിച്ച് ജയിക്കണമെങ്കിൽ എന്ത് വേണം? അത് റിട്ടേൺ ഡോക്യുമെൻ്റ് ആവണം. പിന്നെ അത് ആക്യുറേറ്റ് ആയിരിക്കും. കൂടുതൽ നമുക്ക് എന്താണ് അത് ഒന്നും പിന്നെ മിസ്ലീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണോ എഴുതി അതേ വായിക്കുള്ളൂ ആൾക്കാർ. പിന്നെ ലീഗൽ ഡോക്യുമെൻറ്റ്സിലൊക്കെ എന്താണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് ആക്സെപ്റ്റബിൾ. പിന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനും റിട്ടേൺ. അല്ലെ, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പോലും ഇപ്പോൾ നമ്മൾ വോയിസ് മെയിലൊക്കെ അയക്കുന്നുണ്ട് എങ്കിൽ പോലും എന്താണ് നമുക്കിപ്പോൾ മെയിലൊക്കെ അയക്കുമ്പോൾ കുറച്ചും കൂടി എന്താണ്
ഒരുപാട് കാര്യങ്ങൾ അല്ല വോയിസ് മെയിലൊക്കെ അയക്കുക അല്ലെങ്കിൽ ഈ വോയിസ് അയക്കാതിനെക്കാട്ടും സുഖം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് വിടുന്നതാണ്. അപ്പോൾ ദൂരത്ത് നമ്മൾ അടുത്തൊരാളില്ലെങ്കിൽ അയാളായിട്ട് ഒരു നല്ല കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നല്ലതാണ്. പിന്നെന്താണ്, അത് ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഈസി അണ്ടർസ്റ്റാൻഡിങ് ഈസ് അനദർ റീസൺ ഫോർ ദ പോപ്പുലാരിറ്റി ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പോപ്പുലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. അപ്പോൾ നമുക്കെന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ നമ്മുടെ ഇപ്പം ഒരു മേൽത്തട്ടിലൊരാൾക്ക് താഴെത്തട്ടിലൊരാൾക്ക് എന്താണ് അയാളുടെ അധികാരങ്ങളൊക്കെ വീതിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്താണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിക്ക് അത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ വരുന്നത് അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം ഇതിന് ചിലവാകും റിട്ടേൺ കമ്മ്യൂണിക്കേഷന്. ഓക്കെ, ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. കമ്പോസിങ് എ മെസ്സേജ് ഇൻ റൈറ്റിംഗ് ടേക്സ് മച്ച് ടൈം. റൈറ്റിംഗ് ലെറ്റേഴ്സ്, ടൈപ്പിംഗ് ഓർഡേഴ്സ്, നോട്ടീസസ് എക്സെട്ര ആൻഡ് സെൻഡിങ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ഡെസ്റ്റിനേഷൻ റിക്വയർഡ് ടൈം. ഒരുപാട് സമയമാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന മാതിരി അത് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരു സംഗതി എഴുതി ഉണ്ടാക്കാന്ന് വെച്ചാൽ തന്നെ ഒരുപാട് ടൈം വേണം. പിന്നെ അത് എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് ടൈം. ഇപ്പോൾ നമുക്കൊരാൾക്ക് ദൂരമുള്ള ഒരാൾക്ക് ഇപ്പോൾ അടുത്തൊരാളുണ്ട്, അയാൾ വലിയ ഗൾഫിലേക്കൊക്കെ പോയി, നമുക്കതുവരെ ഒരു ഫോൺ നമ്മുടെ കയ്യിലില്ല, അയാളുടെ കയ്യിലും ഇല്ല അല്ലേ. അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോൺ വാങ്ങണ്ടേ, അത് ചിലവാണ്. ഇനി കത്തയക്കണമെങ്കിൽ എന്ത് വേണം, അതിന് ചിലവുണ്ട് അല്ലേ, സ്റ്റാമ്പ് ഒട്ടിക്കണം, അതിന് ചിലവുണ്ട്. അങ്ങനെ ഇതൊരു എക്സ്പെൻസീവായ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഒരു ചിലവില്ലല്ലോ, നമ്മൾ പറയുന്ന ആൾ കേൾക്കുന്നത്, അയാൾ തിരിച്ചു പറയുന്നത്, അങ്ങനെയല്ലേ പോകുന്നത്. പിന്നെ ഇതിന് സീക്രസി കുറവാണ്. കാര്യം ലെറ്ററൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരാൾ പൊട്ടി വെച്ച് വായിച്ച് അതേമാതിരി ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതിന് സീക്രട്ടായ കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പണ്ട് കോഡ് ലാംഗ്വേജ് ഒക്കെ വെച്ച് പലരും ലെറ്റേഴ്സൊക്കെ അയക്കുന്നത്, ഈ പറഞ്ഞ ഈ സ്പൈ, അതായത് ഈ ചാരന്മാരൊക്കെ. പിന്നെ നോ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്, പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് ലെറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തിയ ആൾ വായിച്ച് അതിന് തിരിച്ച് വരും. അപ്പോൾ അവിടെ എത്താനുള്ള സമയം, പിന്നെ അവിടെ നിന്ന് വായിച്ചിട്ട് അത് തിരിച്ചയക്കാനുള്ള സമയം, പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടില്ല. ഫ്ലെക്സിബിൾ അല്ല, എഴുതി കഴിഞ്ഞാൽ അത് എഴുതിയതാണ്, പിന്നെ അത് മാറ്റാൻ പറ്റില്ല. പിന്നെ ഒരു പേഴ്സണൽ ടച്ച് വരില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരാൾ അടുത്തിരുന്ന് നമ്മൾ സംസാരിക്കുകയാണ്, അപ്പോൾ അവിടെ നമ്മുടെ ഒരു സ്ലാങ്ങും അല്ലേ, നമ്മുടെ ആ ഒരു എക്സ്പ്രഷനും അല്ലേ, ഇപ്പോൾ നമ്മുടെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരാളെ ഒരു വഴക്കുണ്ടാക്കുകയാണ് ഒരാളോട്, അപ്പോൾ ഒരാളോട് എത്ര നമ്മൾ ഒരു എഴുതിയിട്ടൊരു വഴക്കുണ്ടാക്കണേ, അതേപോലെ ഒരാൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ചീത്ത വിളിക്കുന്നതോ ഡയറക്റ്റായിട്ട് മുഖത്തൊക്കെ ഇട്ടൊരു ചീത്ത വിളിക്കുന്ന വ്യത്യാസമുണ്ട്. ഡയറക്റ്റായിട്ട് വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. എഴുതിയിട്ട് വിളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്താണ് അത് ഫീൽ ചെയ്യില്ല. അതൊരു പേഴ്സണൽ ടച്ച് ഇല്ല റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ചീത്ത വിളി ഒരു നെഗറ്റീവ് കാര്യമാണ്. ഇപ്പം നല്ല ഇമോഷൻസ് അല്ലെ, സ്നേഹപ്രകടനമോ അങ്ങനെ എന്തോ ആകുമ്പോഴും എന്താണ് അതിപ്പോൾ ഡയറക്റ്റ് ആൾ നമ്മുടെ മുഖത്തേക്ക് പറഞ്ഞതിൻ്റെ ഫീൽ ഒരിക്കലും എന്താണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ അത് കിട്ടില്ല. പിന്നെ അൺസൂട്ടബിൾ ഫോർ ഇല്ലിറ്ററേറ്റ് പീപ്പിളാണ്. എഴുത്തും വായന അറിയാത്ത ആൾക്കാർ, ഇല്ലിറ്ററേറ്റ് ആയ ആൾക്കാർക്ക് എന്താണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വളരെ അൺസൂട്ടബിൾ ആണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ വരുന്നത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്.